മണി പോയ ഫോഴ്സ് തിരിച്ചു വന്നോ? ഓ അവ അവിടെ എന്തൊക്കെയാ ചെയ്യണം? ഞങ്ങൾ പിന്നെ കണ്ടോണ്ടിരിക്കാൻ പോയതുകൊണ്ട് ഞങ്ങളിങ്ങ് വന്നു. കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. എവിടെ ആരെങ്കിലും സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കണം? അല്ല അങ്ങനെയല്ലേ പറയണ ഡയലോഗ്. അമ്മ ഒരു ബിസ്ക്കറ്റ് പോണിണ്ടായിരുന്നില്ല, അതെവിടെ അമ്മ? അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. ഷോ അമ്മ എനിക്ക് എടുത്ത അമ്മ വിശക്കണമാ. ആണോ? എന്റെ മുകളിലിരിപ്പുണ്ട്. എന്തുപറ്റി അങ്ങനെ പറയാൻ കാരണം? ഒരു ലൈറ്റോ ഇൻഡിക്കേറ്ററോ എന്തോ കേടായിട്ട് വന്ന വണ്ടി, അതിന്റെ ഇഞ്ചിൻ വരെ അവൻ പൊളിക്കാൻ പോണു. അവന് വണ്ടി പണി അറിയാം, അവൻ മര്യാദക്ക് ചെയ്തോളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണതിന്. അവനറിയാം. അത് അമ്മേരെ വെറും തോന്നലാണ്. നമുക്ക് അപ്പൂനെ വിളിച്ച് പറഞ്ഞല്ല. എന്തിനടി വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേ? ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, നിങ്ങൾ അങ്ങ് ഏറ്റാ മതി. അലവാങ്ങുണ്ടോ? അലവാങ്കൊന്നും ഇവിടെ ഇല്ല. അലവാങ്കില്ലേ? അലവാങ്ക് തിന്നണ സാധനല്ലേ? തിന്നണ അലവാങ്കല്ലേ, മറ്റേ തേങ്ങ ഒതിക്കണം പാരയില്ലേ, ഇതിന്റെ ഇരുമ്പ് കമ്പി, അതാണ് അലവാങ്ക്. അത് പാരാ. ആരെ അലവാങ്കെന്ന് പറയണ്? പാരെന്ന് പറഞ്ഞാ ചേട്ടൻ തെറ്റിദ്ധരിച്ചല്ല അണ്ണനാണ്. ഉണ്ടാ ഇവിടെ ഇല്ല. ഒരു മമ്മട്ടി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തോ. മമ്മൂട്ടിയുണ്ടോ? ഇല്ല, പാരയില്ല ഇവിടെ. ഇവിടെ ഒന്നും ഇല്ലേ? വേറെന്തിലിട്. ഇത് മതിയാ? ഒടിഞ്ഞു. എന്റെ സ്പൂൺ എല്ലാം കൊണ്ട് ഒടിച്ചിട്ട് എന്തോ ഒരു ജീവിത പ്രശ്നം പറയുമ്പോ തരൂല തരൂല. അടുക്കളയിലെ കത്തി തരാൻ പരിപാടിയില്ല. അത് മതിയാ? ഇത് എവിടെയല്ല നോക്കി, ഇതോടെ ഇരിക്കുന്നു. എന്റെ തലയില് അല്ല കഴുത്തില് തന്നെയല്ലേ? ഒരു ബോധവും ഇല്ല. പോയി. അല്ല ഞങ്ങൾ പറയായിരുന്നു പോയിട്ട് വരണ്ടാന്ന്. ഇത് റിപ്പയർ ചെയ്യാനാണോ? വണ്ടി റിപ്പയർ ചെയ്യാനാണ്. ഇത് റിപ്പയർ ചെയ്യാൻ ഞാൻ പിച്ചാത്തി മൂർച്ചാക്കണ ആളല്ലേ. കണ്ടാ 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 വണ്ടി നന്നാക്കാൻ കൊണ്ടുവന്ന ടൂൾസ് കണ്ടാ? അവ എന്തെങ്കിലും കൊണ്ടുപോയി വണ്ടി നന്നാക്കട്ടെ. നന്നാക്കട്ടെ. മുടക്കല്ലേ. എന്റെ പൊന്നമ്മ വണ്ടി എല്ലാം കൂടെ വെട്ടി അടുപ്പത്ത് വെക്കുമെന്ന്. നമുക്കാണെങ്കിൽ അടപ്പ് പോലും ഇല്ല, അടുപ്പ് പോലും ഇല്ല. ഇത് നോക്കിയോ, അവസാനം ഇതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഇയാളാര് ലോകത്തുള്ള എല്ലാരും പൈസ കൊടുക്കാനായിട്ട്? പിന്നെ ഈ വീട്ടിൽ എന്ത് കാര്യം നടന്നാലും ഞാനല്ലേ അനുഭവിക്കുന്നത്. അടങ്ങ് ഒരു പൊടിക്കടങ്ങ്. അതന്നെ അടങ്ങ്. അതന്നെ, ഞാൻ അടങ്ങിയാ മതി. നീ തിന്ന്. ഡാഗരിയാ മുമ്പേ ഇവിടെ നിന്ന് കിടിച്ചു കാറ്റാൻ. എന്റെ അമ്മയാണോ നീ ഇനി കിടിക്കൂ? നിന്റെ അണപ്പല്ലി ഞാൻ ചേർപ്പി. ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് അണപ്പല്ലില്ല. ഇങ്ങനെ എന്റെ അടുത്ത പല്ല്. ഓഹോ എന്റെ മുഖത്ത്. എക്സ്ക്യൂസ് മീ. വല്ലോ ആയോ? ഇൻഡിക്കേറ്റർ വർക്കാവോ? അതാണ് എന്റെ കംപ്ലൈന്റ്. അങ്ങനെ ഇൻഡിക്കേറ്റർ കുറച്ചു നേരമായല്ല നീയൊക്കെ കൂടെ. കൊള്ളാം. മതി ഉള്ളതും കൂടെ നശിപ്പിക്കണ്ട. ശരിയാക്കിയതേ ആളുടെ പേരെന്താന്നറിയാമോ? ആര്? രാമനുണ്ണി. രാമനുണ്ണി. ഇൻഡിക്കേറ്റർ എന്താ നീ ചോദിച്ചല്ലേ? വർക്കാവോ? വർക്കാവൂ അല്ലേ? ഇപ്പൊ അങ്ങനെയുണ്ട്. വെട്ടി തിളങ്ങാണോ ഇൻഡിക്കേറ്റർ? അങ്കിൾ അങ്കടി ഈ നെട്ടും ബോൾട്ടും ഇതിനകത്ത് നിർത്തുന്നു. ഒറ്റും ബോൾട്ടും അതിനകത്ത് നിർത്തുകയാണ്. അപ്പൊ തിരിച്ചു വെക്കണ്ടേ? തിരിച്ചു വെക്കണമെന്ന് ഞാൻ വെക്കൂലായിരുന്നു. ആവശ്യമില്ലാത്ത പറയാൻ നട്ടും ബോൾട്ടും എല്ലാം ഊരികളാണ്. അടുത്ത സർവീസിനായിട്ട് ബാക്കിയോട് ഊരികളായി. അയ്യോ അപ്പൊ ഇതെല്ലെങ്കിലും പ്രശ്നമില്ലേ? നിനക്ക് ഇപ്പൊ എന്ത് ചോദിച്ച ഡൗട്ടേ. നട്ടും ബോൾട്ടും എല്ലാം വാങ്ങിച്ച് ഇതിനകത്ത് കയറ്റി വെക്കാൻ പൊടിപ്പൊയ്യാണ് അച്ചിര കടയിൽ. ആവശ്യമുള്ളത് മതി. കൈയ്യട് ഞാൻ തുടച്ചു വെച്ചു വണ്ടിയാണ്. ഈ അഴുക്ക് വെച്ചത് തുടങ്ങണേ. ചേട്ടാ വണ്ടിയൊക്കെ റെഡി ആയില്ലേ? റെഡിയല്ലേ? വണ്ടി എന്നാ വണ്ടി നോക്ക്. അല്ല ചേട്ടന്റെ ഫേസ് കണ്ടാ അറിയാം വണ്ടി റെഡി ആയെന്ന്. കണ്ടോ ഇൻഡിക്കേറ്റർ കത്തി.
അയ്യോ അയ്യോ. കൊള്ളാം. ഒന്ന് മാറാം. എന്ത്? ഞാനൊന്ന് നോക്കാൻ. നീ വേണേ നീ നോക്കിയോ. ചെവി തന്നെ ആ കത്തി. കൊള്ളാം. സെറ്റ്. എത്ര ചേട്ടാ പൈസ ആ ടിക്കറ്റ് 60 എല്ലാം കൂടെ ഒരു വലിയ പൈസ ഒന്നുമില്ല. ആദ്യമായിട്ട് പറഞ്ഞല്ലേ. ഒരു 2500 2300 വന്നിട്ട് പോയിക്കോ. 2300? ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്നാ 2300. എന്ത് കുറച്ചേ? 2500 200 കുറച്ചില്ല. 200 എന്ത് ഇവിടെ വിലയില്ല. ഒരു ബിരിയാണിക്കുള്ള പൈസയാണ് 200 രൂപ. ഞാനാണ്ട് കുറച്ച് കൊടുത്തു. 10, 100, 1000, 2500, 500 കൂടുതല. 200 ഗൂഗിൾ പേ ചെയ്ത് തരാം. നമ്പർ തന്നിട്ട് പോനിയോ. അന്ന് ഈ 200 വെച്ചിട്ട് ഒരു 500 ഇങ്ങ് തരൂ. ബിരിയാണി കഴിക്കാനാണ്. 2 പേരുണ്ട്. ബിരിയാണി കഴിക്കാണെങ്കിൽ ഓക്കെ. ആരാ രണ്ടുപേര്? എൻ്റെ ഒരു കൂട്ടുകാരിയാ. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയാണിത്. എടുത്തോണ്ട് വയ്ക്കോ. ഇവിടെ വയ്ക്കണ്ട, കൊണ്ടുവയ്ക്കോ. ഒന്ന് മാറൂ. ഇതെന്താ ബാലൻസ്? ഇതെന്തിന്റെ ബാലൻസ്? ബാലൻസ് ബാലൻസ് ഒന്നും ഇവിടെ പഠിപ്പിക്കില്ല. നീ വീട്ടിൽ നിന്ന് പഠിച്ചോണ്ടോ ബാലൻസ്? ഓടിക്കാൻ അറിയാമോ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി ചാട്ടമല്ലേ? ആ ഹെൽമെറ്റ് ഒന്ന് തറ വെച്ചിട്ട് അടിച്ചു നോക്ക്. അതാണ് നേരത്തെ ഇതുപോലെ പറ്റിയായിരുന്നേ. അന്ന് ഹെൽമെറ്റ് വെച്ചപ്പോഴാണ് റെഡി ആയത്. സ്റ്റാർട്ടാവുന്നില്ല. വേറെ ഹെൽമെറ്റ് വേണമായിരിക്കും. അത് മതി. ഒരു കാര്യം ചെയ്യാം. ബാ, എന്താ? ഞാൻ ശരി തരാം. ഇരുന്നോ. ഇരിക്കാനോ? ഞാൻ തള്ളി തരാം. സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കോളണം. അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഓഫായാ? ഓഫാവുന്ന ആവില്ല. അയ്യേ, പിടിച്ചോ പിടിച്ചോ. വിട്ടോ. നീ അങ്ങനെ പൊയ്ക്കോ. പിടിച്ചോട്ടോ, പൊയ്ക്കോ. ദൈവമേ 2500 രൂപ. അത് ഏത് പിന്നെ ഡെയിലി പണിത് ഒരു 10-70 രൂപ കിട്ടും അല്ലേ? ഇങ്ങനെയാണെങ്കിൽ കിട്ടും. നീ മാറിയില്ലേ? നീ പങ്കൂട്ടാ. നീ കിടക്കുന്ന നട്ടും ബോൾട്ടും അല്ലേ ഇല്ലേ? ഒരു ചിരട്ടയിൽ വാരിയിട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേരെ. പിന്നെ ഈ ടൂൾസ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടെ വാരി അടിക്കി അങ്ങോട്ട് മാറ്റി വെക്കണം. അല്ല ഉണ്ണിയപ്പോ തന്നെ അടിക്കും. എന്നെ അടിക്കണത് ഞാൻ പറഞ്ഞു നീ കാണുന്നല്ലേ എടുത്തേന്ന്.